ഒരു വമ്പൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തെലങ്കാനയിൽ കോൺഗ്രസ് ഭരണ പ്രദേശത്ത്, കോൺഗ്രസ് ഭരണ സംസ്ഥാനത്ത് ഇപ്പോൾ കോൺഗ്രസിന് കനത്ത ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. അതായത് BJP അവിടെ ഇപ്പോൾ ഒരു വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ തെലങ്കാനയിൽ നടന്ന MLC തെരഞ്ഞെടുപ്പ് റിസൾട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. 2 അധ്യാപക MLC മണ്ഡലങ്ങളിൽ BJPയും PRTUവും വിജയം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ 3 സീറ്റുകളിലേക്കും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ കോൺഗ്രസ് ബിരുദധാരികളുടെ മണ്ഡലത്തിൽ മാത്രമാണ് മത്സരിച്ചത്. BRS മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. 2 അധ്യാപക മണ്ഡലങ്ങളിലും 1 ബിരുദധാരികളുടെ മണ്ഡലത്തിലും നടന്ന തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ചയാണ് നടന്നത്. മേദക്, നിസാമാബാദ്, കരീംനഗർ, അദിലാബാദ് അധ്യാപക MLC മത്സരത്തിൽ BJP സ്ഥാനാർത്ഥി മൽക്ക കൊമരയ്യ വിജയിച്ചിരിക്കുന്നു. അതേസമയം നൽഗൊണ്ട, വാറങ്കൽ, കമ്മം അധ്യാപക മണ്ഡലത്തിൽ PRTUവിന്റെ പിങ്കിലി ശ്രീപാൽ റെഡ്ഡി വിജയിച്ചിരിക്കുന്നു. യുണൈറ്റഡ് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സിറ്റിംഗ് MLC ആലുഗുബെല്ലി നർസി റെഡ്ഡിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കരീംനഗർ അധ്യാപക മണ്ഡലത്തിൽ കൊമരയ്യ 12,959 വോട്ടുകൾ നേടി. ആവശ്യമായ വിജയക്കോട്ടയായ 12,073 വോട്ടുകൾ മറികടന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത എതിരാളിയായ ഔദ്യോഗിക PRTU സ്ഥാനാർത്ഥി വങ്ക മഹേന്ദർ റെഡ്ഡിക്ക് 7,182 വോട്ടുകൾ ലഭിച്ചു. അതേസമയം അശോക് കുമാറിന് 2,621 വോട്ടുകൾ ലഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ MLCയുമായ കുര റെക്കോത്തം റെഡ്ഡിക്ക് 428 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. ആകെ 25,041 വോട്ടുകൾ രേഖപ്പെടുത്തി 24,144 വോട്ടുകൾ സാധുവായി കണക്കാക്കുകയും 897 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തെലങ്കാന BJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ G. കിഷൻ റെഡ്ഡി വിജയിയെ അഭിനന്ദിച്ചു. മേദക്, കരീംനഗർ, അദിലാബാദ്, നിസാമാബാദ് നിയോജക മണ്ഡലത്തിൽ നിന്ന് തെലങ്കാന MLC തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശ്രീ മൽക്ക കൊമരയ്യ ഗാരുവിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. തെലങ്കാനയിൽ BJPക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിനും ലഭിക്കുന്ന അമിതവും വളർന്നു വരുന്നതുമായ പിന്തുണയുടെ തെളിവാണ് ഈ വിജയമെന്നും മാറ്റത്തിനും വികസനത്തിനും വോട്ട് ചെയ്ത അധ്യാപകർക്കും അവരുടെ ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനായി BJP തെലങ്കാനയിലുള്ള വിശ്വാസത്തിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നും ഈ ശ്രദ്ധേയമായ വിജയത്തിലേക്ക് നയിച്ച അവരുടെ അക്ഷീണ പരിശ്രമത്തിനും സമർപ്പണത്തിനും കാര്യകർത്താക്കൾക്ക് അഭിനന്ദനങ്ങളെന്നും റെഡ്ഡി തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ്. അധ്യാപക യൂണിയനുകൾക്കിടയിലെ ആഭ്യന്തര ഭിന്നതകൾ ഫലത്തെ സാരമായി സ്വാധീനിച്ചുകൊണ്ട് മാറിവരുന്ന രാഷ്ട്രീയ ചലനാത്മകതയെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ തന്നെ ഇത് എടുത്തു കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു BJP വിജയം തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ ഇതുപോലുള്ള ഒരു വിജയം തീർച്ചയായിട്ടും അവർക്കത് നേട്ടം തന്നെയാണെന്നുള്ളത് BJP തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജയിച്ചവരെ, അതായത് BJPയിൽ ജയിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തെലങ്കാന BJP പ്രസിഡന്റും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുമായ G. കിഷൻ റെഡ്ഡി. എന്തായാലും ഈ ഒരു വിജയം ഇതൊരു അട്ടിമറി വിജയം തന്നെയാണ് BJP സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു നേട്ടം BJP സംബന്ധിച്ചിടത്തോളം ഒരു അട്ടിമറി വിജയം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്.